നമസ്കാരം. ഷിബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബികോം മലയാളം സെക്കൻഡ് സെമസ്റ്ററിലെ ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ എന്ന പുസ്തകത്തിന്റെ അടുത്ത മോഡ്യൂളിലേക്ക് പോകാം. ഇതിന്റെ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ നേരത്തെ പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ജീവചരിത്രം കേട്ടെഴുത്ത് അഭിമുഖം എന്നുള്ളതാണ് രണ്ടാമത്തെ മോഡ്യൂൾ. അപ്പൊ ഇതിലെ ആദ്യത്തെ പാഠഭാഗം ആദ്യം കൊടുത്തിരിക്കുന്ന ജീവചരിത്ര സാഹിത്യത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ജീവചരിത്രം മറ്റൊരാൾ എഴുതുന്നതാണല്ലോ ജീവചരിത്രം. ആത്മകഥയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ എഴുതുന്നതാണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് ആർ ശങ്കർ. അദ്ദേഹം അനന്യ സാധാരണമായ നേതൃത്വ പാടവം കൊണ്ട് എതിരാളികളെ പോലും സ്നേഹത്തിന് കീഴടക്കിയ വ്യക്തിയാണ്. മികച്ച വാഗ്മിയും അധ്യാപകനും ഒക്കെ ആയിരുന്നു. രാഷ്ട്രീയ രംഗത്ത് എന്നും ആർ ശങ്കറിന്റെ എതിർപക്ഷത്ത് നിന്ന ആളാണ് എം കെ കുമാരൻ. അപ്പൊ എം കെ കുമാരനാണ് ശങ്കറിന്റെ ജീവചരിത്രം രചിച്ചിരിക്കുന്നത്. അത് ഏറ്റവും കൗതുകകരമായ വസ്തുതയാണ്. കാരണം ആ ഒരു രണ്ടുപേരും തമ്മിൽ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ ഒരാൾ എതിരാളിയായിട്ട് നിൽക്കുക, ആ എതിരാളി തന്നെ മറ്റേയാളുടെ ജീവചരിത്രം രചിക്കുക എന്നുള്ള ഒരു രസകരമായ കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 1987 ജീവചരിത്രം പ്രസിദ്ധീകരിച്ചത്. ഇപ്പൊ മലയാളി മെമ്മോറിയലില് തുടങ്ങി പരസമത്വവാദം, ജാതിവിരുദ്ധ സമരം, പുന്നപ്ര വയലാർ സമരം, വിമോചന സമരം എന്നിവയൊക്കെ ശങ്കറിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് കൃതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആർ ശങ്കർ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് എം കെ കുമാരനാണ്. അതിന്റെ ആദ്യത്തെ 5 അധ്യായങ്ങളുടെ സംഗ്രഹക്കുറിപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ അധ്യായത്തിൽ ആർ ശങ്കറിന്റെ ജനനം, ഒരു ഗ്രാമീണ ബാലൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം ഒക്കെയാണ്. അദ്ദേഹം ശങ്കറിന് മൂത്ത 2 സഹോദരിമാരും 2 സഹോദരന്മാരും, മൂത്തതായി 2 സഹോദരന്മാരും 2 സഹോദരിമാരും, ഇളയ 3 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അപ്പം 2, 4, 3, 7, 8 പേരാണ് ഇവര് സഹോദരങ്ങൾ. അപ്പൊ ശങ്കറിന്റെ ജന്മസ്ഥലമായ കുഴിക്കൽ ഇടവകയെ കുറിച്ച് നാട്ടുകാരുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു കഥയുണ്ട്. അപ്പൊ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 8 വീടരെയും തമ്പിമാരെയൊക്കെ ഭയന്ന് ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചെന്നും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായി ഒറ്റത്തടി പാലം കടന്ന് അദ്ദേഹം ഒരു പുഴയിൽ കൂടെ രക്ഷപ്പെട്ടെന്നും, അപ്പൊ ശത്രുക്കൾ പാലത്തിൽ കയറിയപ്പോൾ പാലം അപകടത്തിലായി. അപ്പൊ ശത്രുക്കളുടെ പിടിയിൽ പെടാതെ മാർത്താണ്ഡവർമ്മ രക്ഷപ്പെട്ടതിന് കാരണം പവിത്രേശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് രാജാവ് വിശ്വസിച്ചു. പിന്നീട് പവിത്രേശ്വരന് 6 കരകൾ നികുതി ഒഴിവാക്കി കൊടുത്തു. അതില് ഒന്നാണ് കുഴിക്കൽ ഇടവക. അപ്പൊ ഇതിനൊരു പാഠഭേദം കൂടെയാണ്. ക്ഷേത്രത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഉണ്ണിത്താന്മാർ പാലം വെട്ടിപ്പൊളിച്ചാണ് രാജാവിനെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ അതിന് പ്രതിഫലമായിട്ട് ഉണ്ണിത്താന്മാർക്ക് കൊടുത്തതാണ് കുഴിക്കൽ ഇടവക എന്നും പറയുന്നുണ്ട്. അപ്പൊ കുഴിക്കൽ ഇടവകയിൽ കൂടുതലും ഈഴവന്മാരായിരുന്നു. മിക്കവാറും സാമ്പത്തികമായി താഴ്ന്ന സ്ഥിതിയിലുള്ളവരായിരുന്നു. കൃഷിപ്പണിയും അല്ലാത്ത സമയത്ത് മരപ്പണിയായിരുന്നു മിക്കവരുടെയും തൊഴിൽ. കുഴിക്കൽ ഇടവകയിൽ അതിപുരാതനമായ തോണ്ടലിൽ എന്ന വീട്ടിലാണ് ശങ്കറിന്റെ അച്ഛൻ രാമൻ താമസിച്ചിരുന്നത്. അത് അദ്ദേഹം ഒരു നാട്ടുവൈദ്യനായിരുന്നു. തന്റെ നാട്ടിലെ തൊഴിലില്ലാത്ത ജനങ്ങൾക്കായി ആർ ശങ്കർ ഒരു നെയ്ത്തുശാല ആരംഭിച്ചു. അതോടൊപ്പം ജനങ്ങൾക്ക് അറിവേകാനായിട്ട് ഒരു ഭജന സംഘം. അപ്പൊ എന്നും വൈകുന്നേരം ആളുകൾ കൂടി ദൈവിക കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. ഗ്രന്ഥങ്ങൾ വായിച്ചു കൊടുക്കും. അതുപോലെ ഈ ഭജന സംഘമാണ് ആർ ശങ്കറിന്റെ വായന രീതിയൊക്കെ പ്രോത്സാഹിപ്പിച്ചത്. പിന്നെ അച്ഛന്റെ നെയ്ത്തുശാലയിൽ ശങ്കർ സഹായിക്കുമായിരുന്നു. ശങ്കറിന്റെ അമ്മയുടെ കുടുംബക്കാരും വിദ്യാഭ്യാസത്തിന് വില കൽപ്പിക്കുന്നവരായിരുന്നു. ചാമക്കാല വേലുപ്പിള്ള എന്ന നാട്ടെഴുത്തച്ഛന്റെ കീഴിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിച്ചത്. അക്കാലത്ത് അവർണർക്ക് പ്രവേശിക്കാൻ അധികാരമില്ലായിരുന്ന ക്ഷേത്രക്കുളത്തിൽ ചെന്ന് ഒരു താമരപ്പൂ പൊട്ടിച്ചതിന് വലിയ പ്രശ്നമുണ്ടായി. അന്നേ അധ്യാപകർക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ അവരോട് പെരുമാറുകയും പാഠ്യേതര വിഷയങ്ങളിൽ തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു. അന്നത്തെ ദിവാൻ രാഘവയ്യ ഹൈസ്കൂളിലെ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ സമരം നടത്തി പ്രസംഗിച്ച ആളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന് സാമ്പത്തിക പരാധീനതകൾ ഉണ്ടായിരുന്നതിന് കോളേജ് വിടാൻ അദ്ദേഹത്തിന്റെ അച്ഛന് കഴിഞ്ഞില്ല. അങ്ങനെ കൊല്ലത്തെ പ്രമുഖ ഷാപ്പ് കുത്തകക്കാരനായിരുന്ന കൊച്ചയ്യപ്പൻ, അദ്ദേഹത്തിന്റെ ചിറ്റപ്പനാണ്, ശങ്കറിനെ തിരുവനന്തപുരത്ത് കോളേജിൽ ചേർത്തു. 2ാം അധ്യായം കോളേജ് ജീവിതമാണ്. തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം കണ്ട ഏറ്റവും വലിയ നഗരം കൊല്ലമായിരുന്നു. പിന്നീട് കൊല്ലം കണ്ട ഇല്ലം വേണ്ട എന്ന ചൊല്ല് സാർത്ഥമാകുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ കൊല്ലത്തെ ജീവിതം. എന്നാൽ തിരുവനന്തപുരം കണ്ടതോടെ കൊല്ലത്തിന് എന്തോ കുഴപ്പമുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. കോളേജാണ് ഇന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ കേരളം കണ്ട മഹാന്മാരെ പല നേതാക്കന്മാരും പഠിച്ച കോളേജാണ് മഹാരാജാസ്. 1869 ആയില്യം തിരുനാൾ മഹാരാജാവാണ് കോളേജിന്റെ ശിലാസ്ഥാപനം നടത്തിയത്.
ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ എന്ന പോലെ കേരളത്തിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത ക്രൈസ്തവ മിഷണറിമാരാണ്. അപ്പൊ തിരുവിതാംകൂറിലും പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ജാതി സംബന്ധമായ വിലക്ക് കാരണം അവർണർക്കും അഹിന്ദുക്കൾക്കും പഠിക്കാൻ പറ്റിയിരുന്നില്ല. ആ മഹാരാജാസ് കോളേജിലും ഉണ്ടായിരുന്ന ജാതിപരമായ വിവേചനം. അപ്പൊ വിദ്യാലയങ്ങളിൽ പടിപടിയായിട്ട് ഈഴവരെ പ്രവേശിപ്പിച്ചു തുടങ്ങി. കുമാരനാശാന്റെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനം മൂലമാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായത്. അപ്പൊ ശങ്കർ മഹാരാജാസിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഹോസ്റ്റലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പഠിച്ച അദ്ദേഹം തന്റെ ഒരു വീട്ടിൽ, അവിടെ അടുത്തുള്ള ഒരു വീട്ടിലാണ് താമസിച്ചത്. അപ്പൊ അദ്ദേഹം തന്റെ താമസ സ്ഥലത്ത് വെച്ച് കൂടെ പഠിക്കുന്നവർക്ക് ട്യൂഷൻ എടുത്തിരുന്നു. എന്നിട്ട് അദ്ദേഹം വർഷാവസാനത്തിൽ കെമിസ്ട്രിയുടെ ഡെമോൺസ്ട്രേഷന്റെ ഭാഗമായിട്ട് കരിമരുന്ന് കൊണ്ടുവന്ന് പ്രയോഗമൊക്കെ നടത്തി അധ്യാപകരെയൊക്കെ ഞെട്ടിപ്പിച്ചു. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഉള്ളൂർ അധ്യക്ഷനായ സാഹിത്യ സമ്മേളനത്തിൽ കുമാരനാശാന് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമം തോന്നിയപ്പോൾ തനിക്ക് അല്പസമയം പ്രസംഗിക്കാനുള്ള സമയം തരണമെന്ന് ശങ്കർ ആവശ്യപ്പെട്ടു. 5 മിനിറ്റാണ് അനുവദിക്കപ്പെട്ടത്. പക്ഷേ ആശാൻ കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അരമണിക്കൂറോളം അദ്ദേഹം ഉജ്ജ്വലമായി പ്രസംഗിച്ചു. അപ്പൊ അദ്ദേഹം പിന്നീട് BA പാസ്സായി അധ്യാപകരുടെ അനുഗ്രഹത്തോടെ മഹാരാജാസിനോട് വിട പറഞ്ഞു. പിന്നെ അത് രണ്ടാമത്തെ അധ്യായം. ഇനി മൂന്നാമത്തെ അധ്യായത്തിൽ ജാതി സങ്കടം എന്നുള്ളതാണ്. പൊതുവായ സാമൂഹ്യ വ്യവസ്ഥിതിയെ കുറിച്ച് അദ്ദേഹം വളരെ വിഷമത്തോടെ പറയുന്നു. ജാതിഭേദം, മതദ്വേഷം എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞുണ്ടായ ഒരു വാചകമാണ്. അപ്പൊ അത് അദ്ദേഹം താമസിക്കുന്ന ആശ്രമത്തിൽ എഴുതി വെച്ചിരുന്നു. ശ്രീനാരായണ പ്രസ്ഥാനം എന്ന് വിളിക്കുന്ന SNDPയുടെ സന്താനമാണ് ശങ്കർ എന്ന് പറയാം. ഇത് കഴിഞ്ഞ് 9 വർഷം കഴിഞ്ഞാണ്, ഇതൊക്കെ എഴുതി വെച്ച് 9 വർഷം കഴിഞ്ഞാണ് വിവേകാനന്ദൻ കേരളത്തിലെ ജാതി സമ്പ്രദായം കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. അപ്പൊ നമ്മുടെ ജാതി സമ്പ്രദായം അറിയാലേ, ചാതുർവർണ്ണയമാണ്, ബ്രാഹ്മണർ ഏറ്റവും താഴെയാണ്. അപ്പൊ അവരുടെ മേധാവിത്വം ഒരിക്കലും വിട്ടുകൊടുക്കാൻ അവര് തയ്യാറായിരുന്നില്ല. അതുപോലെ ഫ്യൂഡൽ വ്യവസ്ഥയായിരുന്നതുകൊണ്ട് ജന്മിത്വവും ജന്മിയും ഒക്കെ അന്ന് വളരെ സാധാരണമായിരുന്നു. ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് അരുവിപ്പുറം പ്രതിഷ്ഠയിൽ നടന്നത്. വൈക്കം സത്യാഗ്രഹ സമയത്ത് അദ്ദേഹം അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു. ഇനി 4ാമത്തെ അധ്യായത്തില് അധ്യാപക വൃത്തി, അദ്ദേഹത്തിന്റെ അധ്യാപകനായിട്ടുള്ള ജോലിയെക്കുറിച്ച് പറയുന്നു. അപ്പൊ കുടുംബ പശ്ചാത്തലം വളരെ ചെറുതാണെങ്കിലും ജോലി നേടാൻ അദ്ദേഹം നിർബന്ധിതനായിരുന്നു. അപ്പൊ BA പാസ്സായി അക്കാലത്ത് മറ്റു കുട്ടികൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരാകാനൊക്കെയാണ് ആഗ്രഹിച്ചത്. എന്നാൽ ശങ്കർ ആണെങ്കിലോ, അപ്പൊ ICS ആണ് അന്നത്തെ ഏറ്റവും വലിയ ജോലി. അപ്പൊ അത് നേടണമെന്ന് ശങ്കർ ആഗ്രഹിച്ചു. അത് എഴുതണമെങ്കിൽ 21 വയസ്സ്. അപ്പൊ 2 വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് എഴുതാൻ പറ്റി. ഇപ്പൊ 19 വയസ്സായുള്ളൂ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാമോ, ശിവഗിരി സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അപ്പൊ ആ സ്കൂളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യാപകനായിരുന്നു അദ്ദേഹം. പക്ഷേ അധ്യാപകർക്ക് വളരെ സ്നേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം സ്കൂളിൽ സയൻസ് വിഷയങ്ങൾ പഠിപ്പിച്ചു. സിലബസിന് ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല. ചില സമയങ്ങളിൽ സാഹിത്യ സമ്മേളനങ്ങൾ നടത്തി. ചിലപ്പോൾ അദ്ദേഹം സാഹിത്യ സമ്മേളനങ്ങൾക്ക് പോയിട്ട് ആശാൻ കവിതകളൊക്കെ പ്രസംഗിക്കുമായിരുന്നു. CP കേശവൻ വൈദ്യരുമായിട്ട് അദ്ദേഹം ഒരു തുറന്ന വാഗ്വാദത്തിൽ ഏർപ്പെട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. 6 മണിക്കൂർ നീണ്ട ഒരു പ്രസംഗമാണ് നടത്തിയത്. അവസാനം ശങ്കർ വിജയിച്ചതായിട്ട് CP കേശവ വൈദ്യ സമ്മതിച്ചു. അങ്ങനെ SNDPക്കാർ ഇദ്ദേഹത്തിന്റെ പ്രസംഗ പാഠമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം 2 മണിക്കൂർ 1934 SNDP യോഗത്തിൽ പ്രസംഗിച്ചു. അതോടുകൂടി ഇന്ത്യ അറിയുന്ന ഒരു പ്രഭാഷകനായിട്ട് ആർ ശങ്കർ മാറി. 4 വർഷക്കാലം ശങ്കർ അധ്യാപക ജോലി തുടർന്നു. ICS പരീക്ഷ എഴുതിയെങ്കിലും ഇന്റർവ്യൂവില് പരാജയപ്പെട്ടു. പിന്നീട് അദ്ദേഹം നിയമ പഠനത്തിനായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിവെച്ചു. ഇനി 5ാമത്തെ അധ്യായം സമത്വവാദം, അതായത് എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ളത് സർക്കാർ ഉദ്യോഗത്തിനുള്ള വാദമായിരുന്നു. അതായത് 19ാം നൂറ്റാണ്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം കാർത്തിക തിരുനാളാണ് ഇതിനൊരു രൂപം നൽകിയത്, സർക്കാർ സർവീസ് എന്നുള്ളത്. തുടർന്ന് ഭരണാധികാരികളുടെ കാലത്ത് ദിവാൻമാർ സർക്കാർ സർവീസിന് കാലികമായ പരിഷ്കാരങ്ങൾ വരുത്തി. റാണി ഗൗരി ലക്ഷ്മിഭായുടെ കാലത്ത് ദിവാനായിരുന്ന കേണൽ മൺട്രോ ആണ് പുതിയ നീതിന്യായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. അതോടൊപ്പം ഈ മാധവരായർ ഭൂപരിഷ്കാരങ്ങളും പ്രഖ്യാപിച്ചു. അതോടെ സർക്കാർ ഉദ്യോഗത്തിന്റെ സംഖ്യയും കൂടി, അതിന്റെ പ്രാധാന്യവും കൂടി. എന്നാൽ കൂടുതലും അന്നത്തെ കാലത്ത് സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നത് പരദേശ ബ്രാഹ്മണരായിരുന്നു. അപ്പൊ ഇവിടെ വിദ്യാഭ്യാസം നേടിയ നായന്മാർക്ക് ഉദ്യോഗങ്ങൾ അവസരം ലഭിക്കണമെന്ന് പറഞ്ഞ ആശയസമരം ഉണ്ടായി. പിന്നീട് നായന്മാർക്ക് നാമമാത്രമായിട്ട് ആനുകൂല്യങ്ങൾ ലഭിച്ചെങ്കിലും
സർക്കാർ സർവീസിൽ പ്രാബല്യം നേടാൻ കഴിഞ്ഞില്ല. പിന്നീട് മലയാളി മെമ്മോറിയൽ എന്ന പ്രസ്ഥാനത്തോട് സഹകരിച്ച് ക്രിസ്ത്യാനികളും ഈഴവന്മാരും അതിനകത്ത് സഹകരിച്ചെങ്കിലും അവർക്കും ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. അതേസമയം മലബാറിലെ വിശ്വാസികളായ ഈഴവന്മാർക്ക് അർഹമായ സർക്കാർ ഉദ്യോഗം കിട്ടും. അങ്ങനെയാണ് സമത്വവാദം എന്നൊരു സമരം ഉണ്ടാകുന്നത്. ഡോക്ടർ പൽപ്പു ആയിരുന്നു അതിന്റെ പ്രക്ഷോഭത്തിന് മുൻനിരയിൽ നിന്നത്. കുമാരനാശാൻ തുടങ്ങിയ വ്യക്തികളെല്ലാം ഇതിനു വേണ്ടി പ്രയത്നിച്ചു. ഇവരുടെ ഒരു സർക്കാർ ഉദ്യോഗം എന്നുള്ള ആ ഒരു ചിന്തയ്ക്കായിരുന്നു. പിന്നീട് ശങ്കർ ദീർഘകാലം SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. സമത്വവാദം ഒരു തുറന്ന പ്രക്ഷോഭമായിരുന്നു. ശങ്കർ ആ സമരത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചു. ഇതിന്റെ ഒരു ചെറിയ നോട്ട് ഇതിനോടൊപ്പം കൊടുക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീമ ടീച്ചർ.